ഹായ്, എല്ലാവർക്കും മലയാളി വില്ലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ചിങ്ങമാസം 3-ാം തീയതി വൈകിപ്പോയി. വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണ കാര്യമൊന്നും നടക്കാണ്ട് വരണം. പുതുവർഷത്തിലേക്ക് കടന്നുല്ലേ, മലയാളികളായ നമ്മളെല്ലാവരും പുതുവർഷത്തിലേക്ക് കടന്നു. എല്ലാവർക്കും നവവത്സരാശംസകൾ. മലയാളികളായ മലയാള വില്ലയുടെ നവവത്സരാശംസകൾ എല്ലാവർക്കും ആദ്യമേ തന്നെ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ മാറി വെയിലാണ്. ഇന്നലെയൊക്കെ മഴയുണ്ടായിട്ടാണ്, ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ചിങ്ങത്തെ എതിരേൽക്കാൻ നിൽക്കുന്ന മലയാളികൾക്ക് പ്രകൃതി സമ്മാനിക്കുന്ന വെയിലായിരിക്കാം ഇത്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓണത്തിന് മുമ്പേ കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ അല്ലേ വീട്ടമ്മമാർക്ക്. മാങ്ങ, ഇഞ്ചി, അച്ചാറുകൾ ഇടണം. നാരങ്ങ, മാങ്ങ, ഇഞ്ചി, പിന്നെ ഉണക്കി പൊടിക്കാനുള്ള മുളകുകൾ, മല്ലി. അങ്ങനെ പട്ടണത്തിലുള്ള ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ല. അതായത് ടൗണിലോട്ടുള്ള ആൾക്കാരില്ല, അല്ലാണ്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള ആൾക്കാരൊക്കെ മുളകൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കുകയൊക്കെ ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എല്ലാവരും ഓണത്തിന് എതിരേൽക്കാനായിട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കാൻ പറ്റുന്ന സമയത്താണല്ലേ ഇപ്പം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഹാപ്പി അല്ലേ എല്ലാവരും? നിങ്ങളെല്ലാവരും ഹാപ്പിയായി. ഞാൻ എപ്പോഴും പറയുന്ന ഒരേ വാക്ക് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഞാനും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിന് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാറുമുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു നവവത്സരാശംസകളൊക്കെ പറയണം. പിന്നെയില്ലേ, ബിഗ് ബോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ? ബിഗ് ബോസ് ഇപ്പോഴത്തൊന്നും കാണുന്നില്ല എന്ന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാണാത്തതിൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങുമ്പം തന്നെ ഏതൊക്കെ ആൾക്കാരാണ് മത്സരാർത്ഥികളാണ് അതിനകത്ത് കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദ്യമേ തന്നെ നോക്കി ഇങ്ങനെ ഓരോരുത്തർ ഇടുമ്പോഴത്തേക്ക് അതൊക്കെ നോക്കി എല്ലാവരെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നതായിരുന്നു. അപ്പം എനിക്ക് പണ്ട് തുടങ്ങി, ഞാൻ നേരത്തെയും പറയാറുണ്ട്, ബിഗ് ബോസ് ഭയങ്കര അഡിക്റ്റായിരുന്നു. അത് കാണണം, ആദ്യം തുടങ്ങി അതിൻ്റെ റിവ്യൂ ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ചതിച്ചു. ആരാന്നറിയോ? ടി വി. ഇപ്പം ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പായിട്ട് ടി വിയും വാഷിംഗ് മെഷീനും നെറ്റും ഒക്കെ പോയതായിരുന്നു. 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് നെറ്റൊക്കെ ശരിയായി വന്നത് എൻ്റെത്. ഇപ്പം നെറ്റ് കുഴപ്പമില്ല, വാഷിംഗ് മെഷീനൊക്കെ ശരിയാക്കി, ടി വിയും ശരിയാക്കി. 1 by 1 ആയിട്ട് ഓരോന്ന് ശരിയാക്കിക്കൊണ്ട് വന്നു. ഇപ്പം ടി വി പിന്നെയും അടിച്ചു പോയിന്നേ. അപ്പോൾ ഇനി അതിനകത്ത് കാശ് ചിലവാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്, പുതിയ ടി വിയൊക്കെ മേടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മൾ ഈ റിവ്യൂ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങി കണ്ടിട്ട് വേണം അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാനായിട്ടും ചെയ്യാനുമായിട്ടല്ലേ. ഇടക്കും നിലക്കൊക്കെ വന്നിരുന്നിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാമെന്ന് പറയണത് അത് ശരിയല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എനിക്ക് കാണാനും പറ്റുന്നില്ല. നമുക്ക് ഫുൾ ടൈം 24 hours ഡിസ്നിയിലൊക്കെ കാണാനായിട്ടൊക്കെ പറ്റും, ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. പക്ഷേ 24 മണിക്കൂർ കണ്ടു കഴിയുമ്പം പിന്നെ ബാക്കി നമുക്ക് ഒന്നും കാണാനോ എടുക്കാനോ ഒന്നും പറ്റാണ്ട് വരുന്നു. ഒരു കാര്യം ടി വിയിൽ കാണുന്നത് പോലെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കാണാൻ പറ്റുന്നില്ല. എനിക്ക് മുഴുവനും കാണാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെയാണ് കാണുന്നത്. അത് വെച്ചിട്ടൊന്നും ഒരു റിവ്യൂ പറയാനോ വേറുള്ളവരെ വിമർശിക്കാനോ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനോ അവരെ പൊക്കി പറയാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ ഒരു റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നന്നായി കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കളി പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ, പുറത്തുനിന്ന് ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞ് വന്നേക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അതിനകത്ത് കയറിയേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം എല്ലാവരും കൊടുത്ത് കളിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു കുട്ടി പോയില്ലേ, വിൻസി എന്നല്ലേ എൻ്റെ പേര്, അതാണെന്ന് തോന്നുന്നു. പേര് പോലും ശരിക്കും അറിയില്ല കേട്ടോ. പിന്നെ റേഡിയോ ജോക്കിയും അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അത് മിസ്സാണേൽ, കാണാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. അടുത്തതെങ്കിലും കാണാനായിട്ട് സാധിക്കും. അത് കാരണം അതിൻ്റെ റിവ്യൂ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ചിങ്ങമാസം 1-ാം തീയതി എല്ലാവർക്കും, മലയാളികളായിട്ടുള്ള കേരളീയരായിട്ടുള്ള എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നു ഞാൻ പറഞ്ഞില്ലേ. അന്നത്തെ ദിവസം കഴിഞ്ഞ കൊല്ലം ഈ ചിങ്ങമാസം 1-ാം തീയതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ യൂട്യൂബുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത്. 1 വർഷമായി. ഈ ചിങ്ങമാസം 1-ാം തീയതി എത്തിക്കഴിഞ്ഞപ്പോൾ 1 വർഷമായി ഞാൻ നിങ്ങളുടെ ഒപ്പം, നിങ്ങൾ എന്നോടൊപ്പം
നിങ്ങളെന്നെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ചിങ്ങമാസം 1-ാം തീയതി വന്നപ്പോഴത്തേക്ക് 1 വർഷമായി. ഈ 1 വർഷത്തിനകത്തുള്ള എക്സ്പീരിയൻസ് ഒരുപാടാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റി. നല്ലത് മാത്രമല്ല, നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെല്ലാം നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതിനെ നല്ലതായിട്ടും ചീത്തയെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് 1 വർഷത്തെ എക്സ്പീരിയൻസാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുള്ള അത്രയൊന്നും ആയിട്ടൊന്നുമില്ല ഞാൻ. എന്നാലും എൻ്റെ ഒരു ചെറിയ ചാനൽ അതിങ്ങനെ വളർന്ന് വരുന്നതേ ഉള്ളൂ. അതായത് ഒരു ചെടി നട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ചെടി ഇങ്ങനെ വളർന്ന് നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് വളർന്ന് വരുന്ന ആ ഒരു പരുവത്തിലുള്ളതാണ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പിന്നെയും പൂവൊക്കെ തരണമെന്നുണ്ടെങ്കിലും അതിൻ്റെ കായ്കളും പൂക്കളും വളരുവാനും മുട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതേപോലെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അത്രയേ ഉള്ളൂ എൻ്റെയും ഇത്. പിന്നെ എന്താ പറയുക, യൂട്യൂബിൽ വന്നതോടുകൂടി നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടി. നല്ലതും ചീത്തയും അനുഭവങ്ങളാണെങ്കിലും അതും നല്ലതും ചീത്തയും ദുരനുഭവങ്ങളും പിന്നെ തിക്താനുഭവങ്ങളെന്നൊക്കെ പറയണില്ലേ. എല്ലാ അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലേ. അതേപോലെ നമുക്കും എല്ലാം കിട്ടും. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയ ആണ് അന്ന് നമുക്കറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണ്ട, എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ പോകണം, അതൊന്നും വലിയ കൃത്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ വേണ്ടത് നമ്മൾ എടുക്കുക, വേണ്ടാത്തത് നമ്മൾ കളയുക. അതുപോലെ ആരെന്താണോ പറയുന്നത് അതിനെ നല്ല രീതിയിൽ എടുക്കാൻ നോക്കുക. അതിനകത്ത് നമ്മളുടെ ഈ കൈകൾ പോലെ അല്ലേ, ഇടം കൈയും വലം കൈയും പോലെയാണ് പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അനുഭവങ്ങൾ, സ്നേഹമുള്ള ആൾക്കാർ, സ്നേഹമില്ലാത്ത ആൾക്കാർ, പിന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ, പല രാജ്യക്കാർ, പല ഭാഷക്കാർ, കുട്ടികൾ തുടങ്ങി മുതിർന്ന ആൾക്കാർ വരെ സ്നേഹമുള്ള ആൾക്കാർ, പിന്നെ അച്ഛന്മാർ, അപ്പൂപ്പന്മാർ, എല്ലാവരും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നത്. നിങ്ങളെ എന്നെ ചേർത്ത് പിടിച്ചതിനും ഞാൻ നിങ്ങളോടൊപ്പം വന്നതിനും ദൈവത്തിൻ്റെ ഒരു നിമിത്തമാവാം ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടാനും. അതൊക്കെ എല്ലാവർക്കും എല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതേപോലെ എനിക്കും എഴുതി വെച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഞാൻ ഇതിനകത്ത് വരുന്നു, നിങ്ങളെയൊക്കെ കാണുന്നു, നിങ്ങളുമായിട്ടൊക്കെ യോജിച്ചിങ്ങനെ നടക്കുന്നൊക്കെ. അത് ഒരു ദൈവനിശ്ചയമാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 2013 ഞാൻ ഈ പേരൊക്കെ ഞാൻ രൂപീകരിച്ച് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരൊക്കെ. പക്ഷേ അതിനകത്ത് ആക്റ്റീവൊന്നും ആയിരുന്നില്ല. 1 വർഷമേ ആയുള്ളൂ ഞാൻ ആക്റ്റീവായിട്ട്. അപ്പം അതിന് ഉള്ള പ്രചോദനം എനിക്ക് കിട്ടി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ സാധിച്ച് നിങ്ങളിൽ ഒരാളായിപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എൻ്റെ ഒപ്പം ഒരുപാട് സ്നേഹിക്കുന്ന ഒത്തിരി നല്ല ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ട്. എനിക്കതിലൊരുപാട് സന്തോഷം, അഭിമാനം. കേരളത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് ഓരോരോ യുവതലമുറകളും വരുന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല. എങ്കിലും എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ഈ ഒരു സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകണം. എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാർ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിൽ ഒരാളായി എന്നെയും എടുക്കുക. എനിക്ക് വേണ്ട സബ്ബും ലൈക്കും കമൻറ്റും നിങ്ങളുടെ വിലയേറിയ സ്നേഹമൊക്കെ മെസ്സേജിൽ കൂടിയിട്ട് താഴത്ത് എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് നല്ലൊരു ഉന്മേഷവും ഉണർവും ഒക്കെയാണ്. അത് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് സഹായവുമാവും. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വരുന്ന ഓണത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലെല്ലാം നടപ്പിലാക്കണം. വീഡിയോസൊക്കെ വിടാനായിട്ട് ഒരുപാട് ലോങ് വീഡിയോ ഒന്നും ഇടാനായിട്ടൊന്നും പറ്റുന്നില്ല. ഷോർട്സ് കുറേയൊക്കെ ആയിട്ട് ഷോർട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഒരുപാട് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊന്നും പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും എന്നെ ഏറ്റെടുത്തു. നിങ്ങളിൽ ഒരാളായിട്ട് എന്നെയും ഏറ്റെടുത്തു എന്ന് അറിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കണ്ടെന്നെ പ്രോത്സാഹിപ്പിക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നിങ്ങളുടെ മലയാളി വില്ലയുടെ സ്നേഹം എല്ലാവരിലും ഒരു പുത്തൻ
കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. വയനാട് സംഭവമൊക്കെ ഉണ്ടായ സമയത്തായിരുന്നു ഞാനിത് തുടങ്ങിയെന്ന് എനിക്കൊരു ഓർമ്മ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇപ്പം നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നതാണ്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ എണീറ്റ് വരുമ്പോൾ ഓരോരോ വാർത്തകൾ കേട്ടാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അല്ലേ. അപ്പോൾ വാർത്തകൾക്ക് പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പഴയ വാർത്തകൾക്ക് പ്രാധാന്യം ഇല്ലാണ്ടാവും, പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മലയാളി വില്ലയുടെ പുതുവത്സര ആശംസകൾ. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.